നമസ്കാരം, ഞാനിപ്പോഴുള്ളത് കുമളിയിലാണ്. ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ നല്ലൊരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താനാണ്. നമ്മുടെ തേക്കടി ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നിന്നും ഏകദേശം ഒരു 5 കിലോമീറ്റർ മാറി നിങ്ങളുടെ ആവശ്യങ്ങൾ, അതായത് ടൂറിസത്തിനും അതുപോലെ റിസോർട്ടൊക്കെ പണിയുന്നതിനും വളരെ അനുയോജ്യമായ 8 ഏക്കറോളം വരുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. സ്മാർട്ട് ഹോംസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു പ്രോപ്പർട്ടിയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 ഏക്കറോളം വരുന്ന ലാൻഡാണ്. ഈ ലാൻഡിൽ എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ മുമ്പ് സൂചിപ്പിച്ചത് സൗകര്യങ്ങൾ പറഞ്ഞാൽ 2 രീതിയാണ്. ഒന്ന്, വളരെ വിശാലമായ ഗതാഗത സൗകര്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രം അതുപോലെ തന്നെ റിസോർട്ടിനെ സംബന്ധിച്ച് വഴി എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു ഹെലിപ്പാഡിലാണ്. അങ്ങനെ കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം ചില പ്ലോട്ടുകളിൽ മാത്രമേ ഉള്ളൂ ഹെലിപ്പാഡ് ലൈസൻസോട് കൂടിയുള്ളൊരു റിസോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് ഹെലിപ്പാഡ് ലൈസൻസ് ഉള്ള ഒരു ലാൻഡാണ് നമുക്കിപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വിശാലമായ ഒരു ഏരിയയിലാണ് ഈ ഒരു ഹെലിപ്പാഡ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകളൊക്കെ നടന്നിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെലിപ്പാഡ് സൗകര്യം അത് ഗതാഗതത്തിന് ഏറ്റവും പറ്റിയതാണ്. അതുപോലെ തന്നെ വെള്ള സൗകര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2 കുളങ്ങൾ, അതുപോലെ തന്നെ കുഴൽക്കിണർ, അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും. പിന്നെ ടൂറിസ്റ്റിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ എല്ലാം നല്ല രീതിയിലുള്ള നമുക്കൊരു ഇടുക്കി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കുമളി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കാലാവസ്ഥയാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. അങ്ങനെ വളരെ നല്ല ആംബിയൻസ്, നല്ല തണുപ്പ്, മഞ്ഞൊക്കെ കയറുന്ന വളരെ മനോഹരമായ ഒരു പ്രദേശം. അതുപോലെ തന്നെ വ്യൂ പോയിന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഒരു വ്യൂ കിട്ടുന്ന വളരെ നല്ലൊരു ലാൻഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഇതൊരു കൊമേഴ്ഷ്യൽ ഒരു പ്രോപ്പർട്ടി ആയിട്ട് തന്നെ എടുക്കത്തക്ക രീതിയിൽ ഏകദേശം ഒരു 10,000 സ്ക്വയർ ഫീറ്റ് മൂടി വരുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ പെർമിറ്റ് ഉൾപ്പെടെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 5 ഏക്കറോളം വരുന്ന സ്ഥലത്തിൽ ഏല കൃഷിയാണ് ഉള്ളത്. അതുപോലെ തന്നെ വെള്ളത്തിന് വേണ്ടി വിശാലമായ കുളം സൗകര്യങ്ങളൊക്കെയാണ് ഉള്ളത്. വളരെ നല്ല രീതിയിൽ ഗസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെൻറ്റ് ക്യാമ്പിങ്ങും ഇവിടെ ഇപ്പോൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഭാഗം നോക്കിയാലും വളരെ ഭംഗിയായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു ക്യാമ്പ്, അതുപോലെ തന്നെ ടെൻറ്റ് ടൂറിസ്റ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്ന ഒരു സംവിധാനങ്ങൾ. ഇവിടെ ധാരാളം ഗസ്റ്റുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം ഗസ്റ്റുകൾ ഇപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് ക്യാമ്പ് ഫയറിൻ്റെ ഒരു സംവിധാനം. അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വലതു ഭാഗത്തായിട്ട് കിടന്ന അവിടെ വാഷ് ഏരിയ, മറ്റു സംവിധാനങ്ങളാണ്. മുകളിലും ധാരാളം നമുക്ക് സൈഡ് സീൻ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വാഷ് ഏരിയ സംവിധാനങ്ങൾ. അതുപോലെ തന്നെ ഇതിൻ്റെ വലതു ഭാഗത്തായിട്ട് നമ്മൾ ഈ കാണുന്നത് ഈ പ്രോപ്പർട്ടിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു 2 ഏക്കറോളം വരുന്ന ഏലത്തോട്ടമാണ് ഇവിടെ കാണുന്നത്. ഇനി താഴെ ഭാഗത്തും ധാരാളം ടെൻറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് വലിയൊരു കുളം സജ്ജീകരണം വെള്ളത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാംബു ഹൗസ്, അങ്ങനെയുള്ള കുറേ സൗകര്യങ്ങൾ കൂടെ താഴെ നമുക്ക് കാണാനുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഈ പ്രോപ്പർട്ടിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് ഈ നമ്മുടെ റിസോർട്ടിൻ്റെ അല്ലെങ്കിൽ മറ്റ് കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി
പൊട്ടിച്ചെടുത്ത ഒരു ചെറിയ ക്വാറി പോലെ ഒരു ചെറിയൊരു ഭാഗമാണ്. ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി കല്ല് പൊട്ടിച്ചെടുത്താണ്. പൊട്ടിച്ചെടുത്തതിൽ കുറേ കല്ലുകൾ ഇനി ഇവിടെ ബാലൻസ് ഉണ്ട്. ഇനി നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇവിടുന്ന് തന്നെ നമുക്ക് സ്വന്തമായിട്ട് കല്ലൊക്കെ പൊട്ടിച്ചെടുക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ നിർമ്മാണ ചെലവ് വളരെ കുറവായിരിക്കും. കല്ലുകൊണ്ട് തന്നെയുള്ള ചെറിയ കോട്ടേജുകളൊക്കെ പണിത് കഴിഞ്ഞാലും വളരെ ഭംഗിയായിരിക്കും. അത് ഈ ഒരു ക്ലൈമറ്റിനും വളരെ അനുയോജ്യമായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സൗകര്യം കൂടെ ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ 5 ഏക്കർ കൂടുതൽ ഏല തോട്ടമാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ കാപ്പി മറ്റ് കൃഷികളും അനുബന്ധമായിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവിധ ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ച ഏകദേശം ഒരു ഫാം ഹൗസ് രീതിയിലൊക്കെ സെറ്റ് ചെയ്തിരുന്ന കുറേ ഏരിയ ഉണ്ട്. ഈ പ്രോപ്പർട്ടി വാങ്ങുന്നവർക്ക് മുമ്പ് പറഞ്ഞ പോലെ മറ്റു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രോപ്പർട്ടിയിൽ 12,000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ബിൽഡിംഗ് പണിയത്തേക്കുള്ള പെർമിറ്റ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും ധാരാളം കോട്ടേജുകളൊക്കെ പണിയാനുള്ള ധാരാളം സ്ഥല സൗകര്യങ്ങളും ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് വാങ്ങുന്നവർക്ക് നല്ലൊരു വരുമാനം കിട്ടത്തക്ക രീതിയിൽ ഇത് റെഡിയാക്കി എടുക്കാമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുപോലെ തന്നെ ഏലത്തിന് നല്ലൊരു വരുമാനം തന്നെ ഇപ്പോൾ ഈ ലാൻഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ ഈ നടക്കുന്ന ടെൻറ്റ് ടൂറിസ്റ്റിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 മണി കഴിഞ്ഞ ഒരു സമയമാണ്. എങ്കിലും ഇവിടെ ഇരിക്കുമ്പോൾ വളരെ നല്ലൊരു ആംബിയൻസ് ആണ്. കാരണം കിളികളുടെ ധാരാളം ശബ്ദങ്ങൾ, അതുപോലെ തന്നെ ദൂരെ നിന്ന് നല്ല കാറ്റ്, അങ്ങനെ വളരെ സമാധാനമായിട്ടും സന്തോഷമായിട്ടും നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഇടമായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. അതുപോലെ വന്യമൃഗങ്ങളുടെ യാതൊരുവിധ ശല്യങ്ങളും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ളൊരു ശല്യങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാമിലിയായിട്ടൊക്കെ ഇവിടെ വന്ന് നമുക്ക് താമസിക്കാൻ പറ്റിയൊരു അന്തരീക്ഷത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കടുത്ത വേനൽ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ പുല്ലുകളൊക്കെ അല്പം ഉണങ്ങിയൊക്കെ നിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്രീനറി ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. നമ്മൾ നേരത്തെ ഇവിടുത്തെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിരുന്നു. വളരെ ഭയങ്കരമായിട്ടുള്ള പച്ചപ്പുള്ളൊരു ഏരിയയാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. പിന്നെ ഇനി നമ്മൾ കാണുന്നത് ഈ ഒരു നമ്മുടെ ചെമ്പരത്തികളൊക്കെ ഒരു വേലി പോലെ വെച്ചിരുന്നത് ഇതിൻ്റെ അങ്ങേ ഭാഗത്തായിട്ട് കാണുന്നത് വലിയൊരു കുളമാണ്. ആ കുളം വെള്ളം സ്റ്റോറേജിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. അത് ഏലകൃഷിക്കൊക്കെ വളരെ ഉപകാരപ്രദമായ രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വാഷ് ഏരിയ കാണാം. ഇനി നമ്മൾ പോകുന്നത് ഒരു ചെറിയൊരു പാസേജാണ്. ചെറിയ നല്ലൊരു ഇടവഴിയാണ്. ഈ ഇടവഴി നമ്മൾ എത്തുന്നത് നമ്മുടെ ക്യാമ്പിങ് നടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ചെറിയ ഇടവഴി കഴിഞ്ഞെത്തുന്നത് ഈ ഒരു ക്യാമ്പിങ്ങിലേക്കാണ്. ഇവിടെ നമുക്ക് ബാർബിക്യൂ അങ്ങനെയുള്ളതൊക്കെ സംവിധാനങ്ങൾ, ഗ്രില്ലൊക്കെ ചെയ്യാനായിട്ടുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഇവിടെയും ഒരു ക്യാമ്പ് ഫയർ സെറ്റപ്പ്, അതുപോലെ തന്നെ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്തതിനും അതുപോലെ തന്നെ നമുക്ക് എൻജോയ് ചെയ്തതിനുള്ള ഒരു നല്ല ഇടമാക്കി ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. ഈ ഒരു വശത്തായിട്ട് കാണാൻ നല്ല ഏല തോട്ടമാണ്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് അക്വാപോണിക്സ് ഒരു കൃഷി രീതി വളരെ നല്ല രീതിയിൽ ചെയ്യുന്നതാണ്. അതിനോട് അനുബന്ധിച്ചുള്ള കുളത്തിൽ ധാരാളം മത്സ്യങ്ങളൊക്കെ വളർത്തിയിരുന്നു. ഇപ്പോൾ ഈ വേനലിൻ്റെ അതികാഠിന്യം കൊണ്ട് അത് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഭാഗം നോക്കിയാൽ ഇവിടെയൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയാക്കി എടുക്കാവുന്ന ഒരു ഏരിയയാണ് ഉള്ളത്. അതുപോലെ നമ്മൾ ഇനി താഴേക്ക് ഇറങ്ങിയാണ്. ഈ ഒരു ഭാഗത്തായിട്ട് കൂടെ ഒരു ബാംബു ഹൗസ് 2 എണ്ണമുണ്ട്. ഒന്ന് നമുക്ക് ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു പുല്ലൊക്കെ മേഞ്ഞ രീതിയിൽ പടതയാക്കിയിട്ട് ചെയ്തിരിക്കുന്ന വളരെ ഭംഗിയുള്ള ഒരു കോട്ടേജ്. ഇപ്പം ചെറിയൊരു മെയിൻ്റനൻസ് ഒക്കെ ചെയ്തെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയൊക്കെ നോക്കിയാൽ ധാരാളം നല്ല മരങ്ങളൊക്കെ ഇവിടെ നിൽക്കും. നല്ല ഷേപ്പാണ്. നമ്മുടെ നാട്ടിലുള്ള മരങ്ങൾ പോലല്ല, നമ്മുടെ കോട്ടയം ഇന്ത്യയിലെ കാണുന്ന മരങ്ങൾ പോലെ നല്ല ഷേപ്പുള്ള നല്ല ഭംഗിയുള്ള മരങ്ങളാണ്. ഇവിടെയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ആൾക്കാരെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഇനി നമ്മൾ എത്തുന്നത് ഈ വീടിൻ്റെ ഒരു ബാംബു ഹൗസായിട്ട് ഇവിടെ ഒരു ചെറിയൊരു കോട്ടേജ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിലൊരു ആംബിയൻസ് കിട്ടുന്ന ഒരു കോട്ടേജാണ്. നമ്മളിവിടെ കുറേ റെസ്റ്റ് എടുത്ത് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെയും ഉള്ളത്.
ഈ പ്രോപ്പർട്ടിയുടെ മൊത്തത്തിലുള്ള ഒരു വിവരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 ഏക്കറോളം സ്ഥലമാണുള്ളത്. 7 ഏക്കറിന് ആധാരമുണ്ട്. അതുപോലെ തന്നെ മുമ്പ് കണ്ടതുപോലെ തന്നെ 5 ഏക്കറോളം വരുന്ന ഏലത്തോട്ടവും അതുപോലെ തന്നെ ഈ ക്യാമ്പിങ് അതുപോലെ തന്നെ ഈ കണ്ട സൗകര്യങ്ങളൊക്കെയാണ് ഇവിടെയുള്ളത്. വറ്റാത്ത വെള്ള സൗകര്യമുണ്ട്. അതുപോലെ മുമ്പ് കണ്ടതുപോലെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. 2 വഴി, അതുപോലെ തന്നെ നമുക്ക് ലൈസൻസോട് കൂടിയ ഹെലിപാഡ്, ഏറ്റവും വലിയൊരു ഹൈലൈറ്റാണ് ഹെലിപാഡ് സൗകര്യം. അതുപോലെ തന്നെ നമുക്ക് 12,000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ബിൽഡിങ്ങിൻ്റെ പ്ലാൻ ഉൾപ്പെടെ പെർമിറ്റ് ഉൾപ്പെടെ നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് യാതൊരുവിധ തടസ്സങ്ങളുമില്ല. അങ്ങനെ എന്തുകൊണ്ടും നമുക്കൊരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങുന്നവർക്ക്, ടൂറിസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളവർക്ക് ഈ പറഞ്ഞ എല്ലാ സൗകര്യത്തോടും കിട്ടുന്ന നല്ലൊരു സ്ഥലം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലെ ഒരു ലാൻഡ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു ലാൻഡ് നിങ്ങൾക്ക് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. വില മറ്റു കാര്യമൊക്കെ നേരിട്ട് നമുക്ക് ഓണറുമായിട്ട് സംസാരിച്ച് ന്യായമായ രീതിയിലുള്ള ഒരു വിലയ്ക്ക് നമുക്കിത് വാങ്ങിയെടുക്കാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ നമ്പർ വിളിച്ചോളും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് നല്ലൊരു ഡീലാണ് മിസ്സാക്കരുത്.